വൃശ്ചികരാശിക്കാരെ എപ്പോഴും പറയാം, ഇവരെ പുറമേക്കുള്ള പ്രകൃതം കണ്ടിട്ട് ഇതാണ് ഈ വ്യക്തി എന്ന് ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല വ്യക്തി, അതാവില്ല. ഒരു വ്യക്തിയിൽ തന്നെ ഒന്നിലധികം ക്യാരക്ടറുകളുണ്ട്. കർക്കിടകത്തിന്റെ ഞണ്ടാണ് ആയില്യം. ശരിയും തെറ്റും ന്യായാന്യായം ഒന്നുമില്ല അവിടെ. അങ്ങനെയൊക്കെയുള്ള പ്രകൃതമാണ്. ശുക്രൻ പൊതുവെ സൗന്ദര്യം, കലകള്, സൗന്ദര്യം ഇതൊക്കെ ഉള്ളതാണ്. ധനുരാശിയാണ്. താഴ്ന്നു വീഴുമ്പോഴേ അറിയുള്ളൂ എനർജി തീർന്നു പോയി എന്ന്. അങ്ങനെ കുംഭരാശിക്കാരോട് എപ്പോഴും പറയാറ്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശവും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ പണ്ഡിത ശ്രീമതി ശാരദ അന്തർജനമാണുള്ളത്. മാഡം നമസ്കാരം. നമസ്തേ. ജ്യോതിഷവശാൽ 27 നക്ഷത്രങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഈ 27 നക്ഷത്രങ്ങളും അതിന്റെ ഗ്രഹ നിലയും അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പൊതു സ്വഭാവങ്ങളും ഓരോ ക്യാരക്ടർ, അതെ, ഓരോ പ്രത്യേകതകളുള്ള ആളുകളായിരിക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോ അതൊക്കെ എന്തൊക്കെയായിരിക്കും? ഇപ്പൊ നമുക്ക് ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, ചില നാളുകാർ ചതിക്കും, അല്ലെ ചിലര് മുൻകോപമുള്ളവരായിരിക്കും, ചിലപ്പോ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും എന്നൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതെ, ഇതൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. അതെ അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുണ്ട്. എത്ര പ്രകോപിപ്പിച്ചാലും ദേഷ്യം വരാത്ത കൂളായിട്ട് അല്ലേ? ഇങ്ങനെ സുന്ദരന്മാര്, സുന്ദരികള്, പിന്നെ മുഖസൗന്ദര്യമുള്ളവര്, മുഖസൗന്ദര്യം മാത്രമുള്ളവര്, അത് മാത്രമില്ലാത്തവര്, ഇങ്ങനെ പല പല ക്യാരക്ടറുകളല്ലേ. ഒരു വ്യക്തിയിൽ തന്നെ ഒന്നിലധികം ക്യാരക്ടറുകളുണ്ട് അല്ലേ? അപ്പോ ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കങ്ങനെ ഓരോ പ്രത്യേകം ക്യാരക്ടറിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം കൂടുന്ന മേടക്കൂറ്, നമുക്കിപ്പോൾ ഓരോ നക്ഷത്രത്തിന്റെയും ക്യാരക്ടർ പറഞ്ഞു പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമുക്ക് ഓരോ പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. അതെ, ഓരോ കൂറ് എടുത്തിട്ട് അതിനകത്ത് സ്പെഷ്യൽ വേണം പറയാം, ആ രീതിയിൽ പറയാൻ പറ്റും. അപ്പൊ അശ്വതി, ഭരണി, കാർത്തിക കാല് ചേർന്ന മേടക്കൂറുകാര്, അത് ചരരാശിയും കൂടിയാണ്. അവര് പൊതുവെ സഞ്ചാരപ്രിയരാണ് എന്ന് പറയും. അതല്ലേ സഞ്ചാരപ്രിയത്വമോ അല്ലെങ്കിൽ സഞ്ചാരം വേണ്ടവർ, എപ്പോഴും യാത്രകളെ വേണ്ടുന്ന ആളുകളൊക്കെ ആയിരിക്കാം. പിന്നെ സ്വഭാവത്തിൻ്റെത് പറയുമ്പോഴത്തേക്കും ഇപ്പൊ മേടക്കൂറുകാര് പ്രത്യേകിച്ചും പിന്നെ അശ്വതി, ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ ഓരോ സ്വഭാവങ്ങള്. അതിൽ തന്നെ മുൻകോപമുള്ളവരുണ്ട്. അതെ, അശ്വതി, ഭരണി, കാർത്തിക കാല് ആണെന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് ദേഷ്യം വരും. ചിലപ്പോ ദേഷ്യം, അതായത് എപ്പോഴും ഒരു ദേഷ്യഭാവം ഇവരിൽ ഉണ്ടാകും. ക്യാരക്ടറില് അങ്ങനെ ഒരു ക്രോധം മുന്നിട്ട് നിൽക്കുന്ന ക്യാരക്ടർ അല്ലായിരിക്കാം. പക്ഷെ ഇവരുടെ കണ്ണുകൾ കുറച്ച് തീക്ഷ്ണങ്ങളായിട്ടുള്ള കണ്ണുകളാണ്. ശരി. അപ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഗൗരവ പ്രകൃതി, പെട്ടെന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു മടി തോന്നുക, പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകളായിട്ടാണ്, ഒരു ഗൗരവ പ്രകൃതമൊക്കെ ആയിട്ടാണ് ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിപ്പിക്കുക. അത്ര പെട്ടെന്ന് അടുക്കാൻ സ്വഭാവം എന്തെന്നുള്ളതിനെ കവിഞ്ഞിട്ട് ഇവരുടെ പുറമേക്കുള്ള മുഖഭാവം, പ്രത്യേകിച്ച് കണ്ണുകള് കുറച്ച് തീക്ഷ്ണമായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് കയറി അങ്ങോട്ട് അപ്രോച്ച് ചെയ്തൊന്നും വരില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ദേഷ്യക്കാരനെയാണ് താനും. ദേഷ്യമുണ്ട്, അവരിൽ പലർക്കും ദേഷ്യമുണ്ട്. ഉള്ളതിനേക്കാൾ ആണ് പ്രകടമാവുക. നമുക്ക് എല്ലാം പറ്റുമല്ലോ. അപ്പൊ ദേഷ്യം ഉള്ളിൽ വന്നു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ഇല്ലേ? ദേഷ്യം കാണിക്കാതെ ഭയങ്കരമായിട്ട് ഇറച്ചു വന്നു കഴിഞ്ഞാൽ പോലും ഏറ്റവും സോഫ്റ്റ്, ഇപ്പൊ കുട്ടികളോടൊക്കെ പെരുമാറുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ മോനെ അതവിടെ വെക്കൂ, ആ വെക്കൂ എന്നുള്ളതിന്റെ ഒരു എടുപ്പുണ്ട്. അതിൽ ആ കുട്ടി അത് അവിടെ വെച്ചു പോകും ഇല്ലേ? ഇങ്ങനെ ഒരു ഒതുക്കിയിട്ട് അതിനെ പ്രകടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ പല ഇതുണ്ട്. എന്തെന്നായാലും ഒരു ദേഷ്യം ഉള്ള പ്രകൃതമായിട്ടാണ് ഇതിനെ പുറമേക്ക് കാണുക. അതേപോലെ തന്നെ ഇവര് ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാലും നല്ലതായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഓവറായിട്ട് സംസാരിച്ചാലും പറയുന്ന ഓരോ കാര്യവും ഒരു 10 കാര്യത്തെ അല്ലെങ്കിൽ 10 സംഗതികളെ സൂചിപ്പിക്കുന്നതായിരിക്കും അതിന്റെ ഓരോ വേർഡും. ഇപ്പം ആടാണ് മേഡം രാശിയുടെ സ്വരൂപം. നമ്മൾ പറയില്ലേ, പശുവും പാല് ഒരു ലിറ്റർ പാലിന്റെ ഫലം ചെയ്യും ഒരു നാഴി ആട്ടിൻ പാൽ.
അതിനെ കവിഞ്ഞും, കാരണം വളരെ ഹെൽത്തിയാണ്, രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്, ആട് കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയുള്ളതാണ്. അപ്പൊ തൊട്ടാവാടിയൊക്കെയാണ് ആടിന് വളരെ ഇഷ്ടം. അപ്പോൾ ഇതിന്റെയൊക്കെ ഔഷധ മൂല്യം ചേർന്നതാണ് ഇതിന്റെ പാലും എന്ന് പറയുന്നത് പോലെയാണ് ഇവര് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതായത് ഇവരിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് അതിനെ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് സാധിച്ചു എന്ന് വരില്ല. പലപ്പോഴും ഇവര് ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസാണ്. കൂടെ ചുറ്റിനുള്ള ആളുകളെ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. കാരണം അവർ പറയുന്ന അല്ലെങ്കിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തൊരു കാര്യവും അതിലെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മേടരാശിക്കാർ. വളരെ ആത്മാർത്ഥത, സത്യസന്ധര്, ആത്മാർത്ഥത, ഇതൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഈ ഇവരുടെ ഈ പ്രത്യേകതകൾ ഇറിറ്റേറ്റീവാണ്, ദേഷ്യം വരുന്ന പ്രകൃതമാണ്, പ്രകൃതത്തെ കവിഞ്ഞ ഭാവം, ക്രോധഭാവം ഉള്ള ആളുകളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന വ്യക്തികൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉയർച്ചയും നന്മയുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് തയ്യാറായിട്ട് വേണം ഇവരോട് ഇടപെടാനായിട്ട്. ശരി. അപ്പോൾ ഇതാണ് മേടക്കൂറിൻ്റെ ഇതായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഫലം. ഇതിൽ എപ്പോഴും ഏത് കൂറിൻ്റെ ഫലം പറയുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ലഗ്നത്തിനനുസരിച്ചിട്ടും ലഗ്നാധിപന്മാർ നിൽക്കുന്ന രാശിക്കനുസരിച്ചിട്ടും ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടും ഒക്കെ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അതും കൂടി മനസ്സിലാക്കണം. ഇടവക്കൂറ് ഇനിയിപ്പോൾ ഇതിൻ്റെ കാർത്തികയുടെ ബാക്കി ഭാഗം കാർത്തിക, മുക്കാല്, രോഹിണി, മകീര്യം, മകീര്യത്തിന്റെ പകുതി ഭാഗം ഉൾക്കൊള്ളുന്നതാണ് ഇടവക്കൂറുകാര്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൽ ചില നക്ഷത്രങ്ങൾക്ക് ഇതിന്റെ ഈ രാശിയുടെ മുഴുവൻ സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ഇടവക്കൂറ് എന്ന് പറയുന്നത് അതിൻ്റെ പശു, കാള ഇതൊക്കെയാണ് അതിൻ്റെ ഒരു രാശി രൂപം, ചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂറുകാർക്ക് നല്ല ക്ഷമയുണ്ടാകും. ക്ഷമയോട് ഇപ്പം മേടരാശിയുടെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഭാവമാണ്. നല്ല ക്ഷമ, വളരെ ശാന്തത, ത്യാഗം, എന്തും ചെയ്യാം, ആർക്കും എന്തും കൊടുക്കാം, ആർക്ക് വേണ്ടിയും തന്നെ കൊണ്ടാകുന്നതിൻ്റെ മാക്സിമം ചെയ്യാം. ഒന്നും ഒരു പ്രവൃത്തിയും അല്ലെങ്കിൽ ഏതൊരു ജോലിയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നോ പറയില്ല പെട്ടെന്ന്. അവരതിനെ ട്രൈ ചെയ്ത് അതിനെ എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമോ അത്രയും ആക്കുക. അതല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയുമാണ് സാധിക്കുന്നത് എന്ന് അവർ സ്വയം പ്രൂവ് ചെയ്യണം എന്നുള്ള മട്ടിലാണ്. ഒരു സംഗതി എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവില്ല. അതല്ലെങ്കിൽ തീർത്തും ഇല്ല, എനിക്ക് പറ്റില്ല എന്ന് പറയില്ല. അവരത് ചെയ്ത് നേരെ സക്സസ് ആവുന്നത് വരെ എന്ന് പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കാഴ്ചക്കാണെങ്കിലും ഒരു ഐശ്വര്യമാണ്. അപ്പോൾ സൗന്ദര്യവും ആകർഷകത്വവും വേറെയാണ് അല്ലേ? ഐശ്വര്യം എന്ന് പറയുന്നതിൽ ഒരു ആകർഷകത്വമാണ്. അപ്പോൾ ഇവര് ആകർഷകത്വമുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇവരോട് അടുക്കാൻ, ഇവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആളുകൾക്ക് തോന്നുന്ന തരം സ്വഭാവവിശേഷങ്ങളായിരിക്കും ഇടവക്കൂറുകാർക്ക്. പിന്നെ അടുത്തത് ഇനി മിഥുനമാണ്, മിഥുനരാശിയാണ്. മിഥുനരാശിക്കാരുടെ ഇപ്പോൾ നമ്മളിവിടെ ഓരോ രാശിയുടെയും എടുത്തു പറയത്തക്ക സ്വഭാവങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. മിഥുനരാശിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് ഒരാളുടെ കയ്യിൽ ഗദയുണ്ട്, മറ്റേ കയ്യിൽ വീണയുണ്ട്. അതായത് പുരുഷന് ഉപയോഗിക്കാവുന്ന ആയുധവും സ്ത്രീക്ക് സ്ത്രീത്വം ഉള്ളതായിട്ടുള്ള ഒരു ഉപകരണം, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മിഥുന രാശിക്കാരുടേതും. മകീര്യത്തിന്റെ ബാക്കി അവസാന ഭാഗം തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗവുമാണ് മിഥുനക്കൂറിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ധാരാളം പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടാകും, പുരുഷന്മാരാണെങ്കിൽ ധാരാളം സ്ത്രീ സുഹൃത്തുക്കളും ഉണ്ടാകും. അതുപോലെ തന്നെ മൃദുവായിട്ടുള്ള സ്വഭാവമാണ്. അതേ സമയത്ത് വേണ്ടി വന്നാൽ ഒരു പൗരുഷത്തോട് കൂടിയിട്ട് പെരുമാറാനും ഇവർക്ക് അറിയാം. എങ്കിലും എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ സംഗീതം, നൃത്തം, അത്തരത്തിലുള്ള മൃദുവായിട്ടുള്ള കലകളോട്, സാഹിത്യത്തിനോട്, ബുധന്റെ രാശി കൂടിയാണ്. അപ്പോൾ സാഹിത്യത്തിനോട്, ഗണിതത്തിൽ ഒക്കെ കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആളുകളും ഒക്കെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് മിഥുനത്തിൽ വരുന്നത്.
പിന്നെ കർക്കിടകമാണ്. കർക്കിടകത്തിന്റെ ഞണ്ടാണ്. അതെ. അപ്പോൾ കർക്കിടകത്തിൽ വരുന്നത് പുണർദത്തിന്റെ കുറച്ച് ഭാഗം, പൂയം, ആയില്യം, ഇത്രയും നക്ഷത്രക്കാരാണ്. അപ്പോൾ ഇവരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് തെക്കോട്ട് പോകണമെന്ന് പറഞ്ഞ് വടക്കോട്ട് പോകുന്നു. അതായത് നേരെ വിപരീത സ്വഭാവം. അത് തന്നെ. ഇപ്പൊ പറയുന്നതിന്റെ വിപരീതം പ്രവർത്തിക്കും. അതൊന്നും ഒരു കുഴപ്പമായിട്ടോ അതൊക്കെ ഒരു അധാർമികമായിട്ടോ അങ്ങനെ അത് ഇവർക്ക് തോന്നില്ല. അതൊക്കെ വളരെ സ്വാഭാവികം, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് എന്ന മട്ടിൽ പോകുന്ന ആളുകളാണ് കർക്കിടകക്കൂറുകാർ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നോർമലി പറയത്തക്ക കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് എന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. വക്രഗതിക്കാരാണ്. ഒരു കാര്യത്തിനെ നേരെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അവർ ഇങ്ങനെ അപ്പോൾ അതിൽ അവർ വളർന്ന സാഹചര്യവും കൂടിയുണ്ട്. നെഗറ്റീവായിട്ടാണോ ഇതിനെ അപ്രോച്ച് ചെയ്യാം, പോസിറ്റീവായിട്ടാണോ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ വട്ടം ഇങ്ങനെ ചിന്തിക്കും. അതിൻ്റെ ഫുൾ റൗണ്ട് ആലോചിക്കും. ചിലപ്പോൾ നല്ല സാഹചര്യത്തിൽ വളർന്നവരാണെങ്കിൽ അതിനെ ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിലാണ് ഒരു സംഗതിയെ കാണുക. അതല്ല എങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലായിരിക്കും കാണുക. അതേപോലെ തന്നെ ഈ ഞണ്ടുണ്ടാവുക ഒരു ചതുപ്പ് പ്രദേശങ്ങളിലാണ്, ജലം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളമുള്ളിടത്തല്ല ഉണ്ടാവുക, ഈ അരികിനോട് ചേർന്നിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെ അതേപോലെ തന്നെയാണ് ഇവര് വെള്ളം തേടി പോകും. എങ്ങനെ വെള്ളം തേടി പോകും. അപ്പോൾ അതായത് ഏത് മോശം സിറ്റുവേഷനിൽ കൂടി പോകാനും ഇവർക്ക് മടിയില്ല, ഏത് നല്ല സിറ്റുവേഷനിൽ പോകാനും മടിയില്ല. അങ്ങനെ ഞാനായിട്ട് ഒന്നിനെയും വേർതിരിച്ചൊന്നും കാണില്ല. അപ്പൊ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി ഞാനിങ്ങനെ ചെയ്യും, ഇത് ശരിയാണ്. വേറെ ആര് എന്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി ഞാനിത് ചെയ്യും. ശരിയും തെറ്റും ന്യായം ഒന്നുമില്ല അവിടെ. അങ്ങനെയൊക്കെയുള്ള പ്രകൃതമാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി ഇവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല കുട്ടികൾ നല്ല മിടുക്കരായിട്ട് വളരും. പിന്നീട് നന്നാക്കാന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും പറ്റില്ല. ഇതാണ് കർക്കിടകക്കൂറിന്റെ ഇതായിട്ടുള്ളത്. പിന്നെ ചിങ്ങരാശി. ചിങ്ങം എന്ന് പറയുമ്പോഴും സിംഹം എന്നാണ് ശരിക്കും. അപ്പോൾ ഇവരുടേത് മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം. ഇതിലെല്ലാം ചിലപ്പോൾ നടുക്ക് വരുന്ന നക്ഷത്രമായിരിക്കാം, ചിലപ്പോൾ തുടക്കത്തിലായിരിക്കാം. ഓരോ രാശിക്കും ഓരോ പ്രത്യേകതയുണ്ട്. അതിനനുസരിച്ചിട്ട് ഒരു നക്ഷത്രക്കാർക്ക് മുഴുവനായിട്ട് ഈ ഫലം ഉണ്ടാവും കേട്ടോ. അത് ആദ്യം നമ്മൾ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൗഢരായിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ സിംഹം എന്ന് പറയുമ്പോൾ നമുക്കൊരു കാട്ടിലെ രാജാവായിട്ടാണ് തോന്നുന്നത്. ആരും അതിനെ രാജാവാക്കിയതൊന്നല്ല. അതിന്റെ രൂപവും ഭാവവും ഗുണങ്ങളും ശീലഗുണങ്ങളും എല്ലാം ഉണ്ട് അതിന്. വെറുതെ ഒരു ജീവിയും ദ്രോഹിക്കാൻ പോവില്ല അത്, എന്നാൽ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കുകയുമില്ല എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അവരങ്ങനെ തന്നെയാണ്, വെറുതെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കില്ല. എന്നാൽ ആർക്കും പോയിട്ട് എന്തും ചെയ്യാം അതൊന്നും പറ്റില്ല. ഇങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും വേണ്ട, അങ്ങോട്ടും നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാനും വരില്ല. അപ്പോഴും അതേസമയം ഒരു ക്വാളിറ്റി ഉള്ള പെരുമാറ്റം എപ്പോഴും എവിടെയായാലും അവരുടെ ക്വാളിറ്റി അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ വളരെ സംസ്കാരം എത്ര മോശമായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നാലും ശരി അവരതിൽ നിന്നും മാറി ഏറ്റവും സംസ്കാരചിത്തരായിട്ട് മാറും. പ്രൗഡാണ് എപ്പോഴും. വളരെ നമുക്ക് റെസ്പെക്ട് തോന്നും അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ സിമ്പിൾ അല്ല താനും. ആള് ഉള്ളിൽ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും തോന്നിപ്പിക്കില്ല അത്. അങ്ങനെ അതാണ് സിംഹരാശിക്കാരുടേത്. അടുത്തത് കന്യാരാശിയാണ്. കന്നി. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ രാശി സ്വരൂപം എന്ന് പറയുന്നത് അതിങ്ങനെ ഈ പെൺകുട്ടി ഓരോ രാശിയുടെ പറയുമ്പോഴും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഏറ്റവും ചുരുക്കി പറയാണ്, പിന്നെ ഒരു തോണിയിൽ കയറിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോണിയിൽ കയറി വെറുതെ സഞ്ചരിക്കുകയല്ല, ഈ ഒരു പെൺകുട്ടി കന്യകയാണത്. ഈ കുട്ടിയുടെ ഒരു കയ്യിൽ ഒരു കത്തുന്ന ഒരു തീക്കൊള്ളിയുണ്ട്, കത്തുന്ന ഒരു വിറകിന്റെ കഷ്ണം. മറ്റേ കയ്യിൽ കുറച്ച് ചെടികളും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഈ കത്തുന്ന തീക്കൊള്ളി അല്ലെങ്കിൽ ഒരു തീപ്പന്തമൊക്കെ പിടിച്ച് പോകുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കും, രാത്രിയിലായിരിക്കാം പോകുന്നത്.
ഇപ്പുറത്തെ കയ്യിൽ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ചെടികൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താ കൊണ്ടുപോയി നട്ട് നനച്ച് വളർത്തി അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു വള്ളത്തിൽ പോകാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതല്ലെങ്കിൽ ഒരു ജനിച്ച നാട്ടിൽ നിന്നും ജീവിതം തേടിയിട്ട് തോറ്റുകൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ടോ അതല്ലെങ്കിൽ എനിക്ക് മറ്റൊരിടത്ത് പോയിട്ട് ജീവിച്ചേ മതിയാകും എന്ന ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസത്തില് രാഖിരാമായണം എന്ന് പറഞ്ഞതുപോലെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെടേണ്ട വ്യക്തികളാണ് ഇവർ. അത് മിക്കവാറും ഈ കന്നിരാശിയിൽപ്പെട്ട ഒരു കുട്ടി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരവിടെ താമസം മാറാറുണ്ട്. ഇല്ലെങ്കിലും പിന്നീട് ഇവരുടെ ലൈഫിൽ ഇത് സംഭവിച്ചിരിക്കും. അതെ. പിന്നെ വളരെ ഒരു ഒതുക്കമുള്ള ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയണ മാതിരിയിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി വളരെ ഒതുക്കമുള്ള പ്രകൃതക്കാരാണ്. ഒരു സ്ത്രീ സ്വഭാവം എന്നൊക്കെ പറയുന്ന സ്ത്രീക്കും പുരുഷനായാലും അധികം ആളുകളോട് സംസാരിക്കാതെ കഴിവുകളെല്ലാം ഉണ്ടാവും. സംഗീതമായാലും നൃത്തമായാലും എഴുത്തായാലും എല്ലാം കഴിവുകളെല്ലാം ഉണ്ടാകും. പക്ഷെ അതൊന്നും ഒരു സ്റ്റേജിലോട്ട് ഇവരെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടും. അത് ഒരു വേണം. അത് തന്നെ. അതുവരെ ഞാൻ ചെയ്യാമെന്നുള്ള മട്ടില് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനാണ് പെൺകുട്ടി. അതെ, പെൺകുട്ടികളാണെങ്കിൽ തനി നമുക്ക് പഴയ നമ്മളുടെ കൺസെപ്റ്റിലുള്ള ഒറിജിനൽ ഒരു സ്ത്രീ പ്രകൃതം, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ത്രീ. അത് തന്നെ. അങ്ങനെയാണ് കന്നിരാശിക്കാര്. അപ്പൊ ആൺകുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചൊടിയും ചുണയും ഇല്ലല്ലോ എന്ന് അത്തരത്തിലൊരു തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ ഒതുങ്ങി പോകുന്ന പ്രകൃതക്കാരായിരിക്കും കന്നിക്കൂറിൽ വരുന്നത്. അപ്പോൾ ഉത്രത്തിന്റെ കുറച്ച് ഭാഗം അത്തം ചിത്തിരയുടെ ഇത്രയുമാണ് കന്നിയിൽ വരുന്നത്. ബാക്കി ചിത്തിരയുടെ ബാക്കി ഭാഗം തുലാൻ രാശിയിലാണ് വരുന്നത്. ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം, വിശാഖത്തിന്റെ കുറച്ച് ഭാഗവും കൂടിയാണ് വരുന്നത്. അപ്പോൾ തുലാൻ രാശിക്കാര് നേരത്തെ പറഞ്ഞതുപോലെ ചരരാശിയാണ്. യാത്ര വേണ്ടി വരും അവർക്ക്, അല്ലെങ്കിൽ യാത്രയിൽ താല്പര്യം ഉണ്ടാകും. പിന്നെ നീതി, ന്യായം, ധർമ്മങ്ങള്, വലിപ്പച്ചെറുപ്പങ്ങള് ഇതെല്ലാം കൃത്യമായിട്ട് അളന്ന് തൂക്കി ജീവിക്കണ ഒരു പ്രകൃതമായിരിക്കും. സത്യസന്ധരാണ്. ഇതെല്ലാം നോക്കിയിട്ട് തന്നെ അവരെന്തും പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ പൊതുവെ ശുക്രന്റെ രാശിയാണ്, തുലാൻ രാശി തന്നെയാണ്. ബിസിനസ്സിനോടൊക്കെ കുറച്ചധികം ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. മിക്കവാറും പേര് ബിസിനസ് ഫീൽഡിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഈ തുലാൻ രാശി. പൊതുവെ സൗന്ദര്യമൊക്കെ ഉള്ളവരാണ്. ശുക്രൻ പൊതുവെ സൗന്ദര്യം, കലകള്, സൗന്ദര്യം ഇതൊക്കെ ഉള്ളതാണ്. സംഗീതാദികള് എല്ലാം ഉണ്ടാകും. ആവശ്യത്തിനോ അതിലധികമോ ഉണ്ടാകും. ഫിലിം ഫീൽഡിലൊക്കെ നല്ല ഇതായിട്ട് വരുന്ന ആൾക്കാരാണ്. പിന്നെ വൃശ്ചിക രാശിയാണ് അടുത്തത്. വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇത്രയും ഭാഗമാണ് വൃശ്ചികൻ രാശിയിൽ വരുന്നത്. വൃശ്ചിക രാശിക്കാരെ എപ്പോഴും പറയാം, ഇവര് ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയില്ല. ഇൻട്രോവേർട്ട് അല്ല, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞുകൂടാ. എന്ത് സാധനവും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് ഒന്നും അവരെ പറ്റിയിട്ടുള്ളതോ അവരനുഭവിക്കുന്നതോ ഒന്നും പുറത്തേക്ക് പറയില്ല. പുറത്ത് കാണിക്കുന്നത് വേറൊരു ക്യാരക്ടറാണ്. ഉള്ളിലുള്ളത് യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടറാണ് ഉള്ളിലുണ്ടാവുക. അത് ഉള്ളിലുള്ളത് അത്ര നന്നാവണമെന്നില്ല കേട്ടോ. ഉള്ളിലെ വ്യക്തി നല്ല തന്നെ ആയിക്കൊള്ളണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഉള്ളിൽ വെച്ചിരിക്കും. പുറമേക്ക് എന്നിട്ട് വളരെ മന്യനും അങ്ങനെയാണ്. അപ്പൊ ഇവരെ പുറമേക്കുള്ള പ്രകൃതം കണ്ടിട്ട് ഇതാണ് ഈ വ്യക്തി എന്ന് ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല വ്യക്തി, അതാവില്ല. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ്. അങ്ങനെ തന്നെയാണ് അവര്. ഇത് രാശി ഏതായിരുന്നു? വൃശ്ചികൻ രാശി. എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഫലം നമ്മൾ പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് ലഗ്നത്തിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ട് വേണം ഇത് തീരുമാനത്തിലേക്ക്. എന്തായാലും ബേസിക് ആയിട്ട് ഇത് ഉണ്ടാകും, അതിനകത്ത് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും, അവരുടെ വ്യക്തിത്വത്തിൽ ഉൾക്കൊണ്ടിട്ട്, അത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വൃശ്ചിക രാശി. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാട, ഉത്രാടത്തിന്റെ കാല്. എപ്പോഴും എനർജറ്റിക് ആണ്. എപ്പോഴും അതെ, താഴ്ന്നു വീഴുമ്പോഴേ അറിയുള്ളൂ എനർജി തീർന്നു പോയി. അങ്ങനെ, അതായത്
യുദ്ധസന്നദ്ധരാണ് എന്നാണ് പറയുക. അതെ. അമ്പും വില്ലും ആണ്, കുതിരപ്പുറത്ത് കയറിയിരുന്ന് ഉം. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം. അതാണ് ധനുരാശിയുടെ പ്രകൃതം. ഉം, ഉം, ഉം. അപ്പോൾ പിന്നെ ദേഷ്യം ഉണ്ടാവും, ഉം. വാശിയുണ്ട്. ഉം. പക്ഷെ ഇതെല്ലാം നല്ലതിന് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ദേഷ്യപ്പെടുന്നതായാലും വാശി പിടിക്കുന്നതായാലും ഉം. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ശരി. അതുകൊണ്ട് ഇവരുടെ വാശിയും ദേഷ്യമൊക്കെ അനുവദിച്ചു കൊടുത്തു എന്ന് ഓർത്തിട്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഉം. അതെല്ലാം നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്. നന്മയ്ക്ക് വേണ്ടി എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഉം. അവനവന് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പോലും ഒരിടത്ത് ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അതിനു വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും. അതെ അതെ, അതായത് സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ പോലും ഇതിലൊക്കെ ഇടപെടും. നന്മയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര അടുപ്പമുള്ള ആൾക്കാരോടും അതെ, അതങ്ങ് വിട്ടുകൊടുത്തേക്കാന്ന് തോന്നില്ല. പിന്നെ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, വിട്ട് കളയുകയേയില്ല. അപ്പൊ ഒരു എന്തിനോടെങ്കിലും ഒരു മോഹം തോന്നി, ഒരിഷ്ടം തോന്നി. ഇപ്പം 5 വയസ്സിൽ ഒരു ഉടുപ്പ് കണ്ട് മോഹിച്ചു, അത് കിട്ടിയില്ല. 25-ാമത്തെ വയസ്സിൽ സെയിം ഒരു പാറ്റേണിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആ 5 വയസ്സുകാരിയുടെ അളവിലുള്ളതായാലും അത് വാങ്ങും. അത് ഇപ്പൊ എനിക്കത് ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഒരിക്കലും ഇത് മോഹിച്ചതായിരുന്നു, അതെനിക്ക് വേണം. അത് ഞാൻ പറയാ, കുട്ടികളുടെ ഒക്കെ ജാതകം വരുമ്പോൾ എന്നെ നല്ല ലക്ഷ്യങ്ങൾ ഇവരിലേക്ക് നിറയ്ക്കുക, എങ്കിലത് നേടിയേ ഇരിക്കുള്ളൂ. എത്ര വട്ടം പരാജയപ്പെട്ടാലും ശരി, എത്ര സാഹചര്യങ്ങൾ വിപരീതമായാലും ശരി, എന്നെങ്കിലും ഒരിക്കൽ അത് നേടിയിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സംഗതി. ദേഷ്യക്കാരൻ്റെ ആണ്, വാശിക്കാരാണ്, അതിനെ ഒരു നയത്തിൽ കൊണ്ടുപോകണം. അതെ, ഇത് ധനു അല്ലേ? ധനുരാശി. നല്ല ക്യാരക്ടറാണ്. പിന്നെ മകരക്കൂറ് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, മൂലം പുരാട ഉത്രാടം കാലാണ് ധനുരാശിക്ക് വരുന്നത്. ബാക്കി ഉത്രാടത്തിന്റെ 1/4 ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ പകുതി ആണ്. ഇത് മകരം മുതലയും മാനും ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. വളരെ സോഫ്റ്റ്, വളരെ മൃദുവായിട്ട്, എല്ലാവരോടും സ്നേഹത്തോട് കൂടിയിട്ട്, ആർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, എന്ത് ത്യാഗവും ചെയ്യുന്നത്, എല്ലാം നന്മയാണ്. പക്ഷെ കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ തനി ഹിംസ്ര സ്വഭാവവും. രണ്ടും 2 ടൈപ്പ് ക്യാരക്ടറാണ്. അങ്ങനെയാണ് മകരരാശിയുടേത്. പിന്നെ അടുത്തത് കുംഭരാശി. കുംഭരാശിക്കാരോട് എപ്പോഴും പറയാറ്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണം. അത് പണമോ അങ്ങനെ? അതെ, അതന്നെ, സ്വത്ത്, പണം, അത്തരത്തിലുള്ള സംഗതികൾ, ധനവകകൾ എല്ലാം. അതല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആയിട്ട് ഒന്ന് കിതച്ച് തുടങ്ങുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് വരെ അധ്വാനിച്ചതൊന്നും ബാക്കി ഉണ്ടാവില്ല. കാരണം അതിൻ്റേത് ഒരു ഒഴിഞ്ഞ കുടമാണ്. ഒഴിഞ്ഞ കുടാന്ന് മാത്രമല്ല, ഒരാവശ്യമില്ല ഒരു പുരുഷൻ ഈ ഒഴിഞ്ഞ കുട എടുത്ത് തോളത്ത് എന്തോ ഭാരം വഹിക്കണത് മാതിരി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ. ഈ വ്യക്തിയുടെ വിചാരം ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണെന്നാണ്. ഇതെടുത്ത് നോക്കിയാലേ അറിയുള്ളൂ ഇത് ശൂന്യമാണെന്നുള്ളത്. അപ്പോൾ കുംഭരാശിക്കാരോട് ഇങ്ങനെ പറയാ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു കരുതൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒടുവിൽ തിരിഞ്ഞു നോക്കിയാൽ ശൂന്യമായി പോകും. ആ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. പിന്നെ മീനരാശിക്കാര് വിദേശത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. ശരി. മീനരാശിക്കാർക്ക് അപ്പം നാട്ടിലൊന്നും രക്ഷയില്ലെന്നാണ്? അങ്ങനെയല്ല, എളുപ്പമാണ്. അവരതിനെ ശ്രമിച്ച് കടല് കടന്നു പോകാനായിട്ട് എളുപ്പമാണ്. അതുപോലെ ജലവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം. ഇനിയിപ്പം ഞാൻ എൻ്റെ രേവതിയാണ്, ഞാൻ പോയില്ലല്ലോ എന്ന് ചോദിക്കണ്ട. കാരണം ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും ഇവരുടെ വരുമാന മാർഗവും ഇവരുടെ ജീവിതവും. അത് നാരങ്ങാവെള്ളം വിറ്റിട്ടായാലും ശരി, പിന്നെ മറ്റേ ബാറ് നടത്തിയാലും ശരി, അല്ലെങ്കിൽ പിന്നെ നേവിയിലെ വലിയ ഉദ്യോഗസ്ഥനായാലും ശരി, എന്ത് തന്നെയല്ല, അതായത് ജലവുമായിട്ട് അവരുടെ മേഖല ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഉറപ്പാണ് വിദേശത്ത് പോകും. ട്രൈ ചെയ്താൽ വളരെ എളുപ്പമാണ് ഇവർക്ക് കടല് കടന്നു പോവാനായിട്ട്. അങ്ങനെ പിന്നെ എപ്പോഴും ഒരു എപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ രണ്ട് സ്വഭാവം അല്ലെങ്കിൽ 2 തീരുമാനങ്ങളാണ്. അത് വേണം ഇത് വേണം, എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഇവർക്ക് ഉണ്ടാവുക. മത്സ്യങ്ങൾ പരസ്പരം സ്വതന്ത്രരല്ല.
പരസ്പരം തലയും വാലും ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. ഒന്നിന്റെ വാലില് മറ്റേ മത്സ്യം കടിച്ചു പിടിച്ചിരിക്കും. ഇതാണ്. അപ്പൊ എപ്പോഴും കിടന്ന് വട്ടം ചുറ്റി ഒരു ഒരു ഉറച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് വേണം അത് വേണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ കൺഫ്യൂഷൻ എല്ലാ കാര്യത്തിലും ഈ കൺഫ്യൂഷനാ. നല്ല മനുഷ്യരാണ്. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ചുരുക്കി ഈ 27 നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവം. അതെ പൊതു സ്വഭാവം. ശരി, നന്ദി.